അങ്ങനെ ആ ബസ്സിൽ വെച്ച് ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സീറ്റിൽ തന്നെ കിടന്നുറങ്ങി. ബസ് ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ആ തണുപ്പുള്ള രാത്രിയുടെ ഇരുൾ തുളച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. നിർത്താതെയുള്ള ഫോൺ റിംഗ് കേട്ടാണ് ഞാൻ ഉണർന്നത്. ചേച്ചിയുടെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷീണിച്ചുറങ്ങുന്ന ചേച്ചി ഫോൺ ബെല്ലടിക്കുന്നത് അറിയുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചിയെ തട്ടി വിളിച്ചു. ചേച്ചി, എഴുന്നേക്ക്, കുറേ നേരമായി ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആരോ കാര്യമായി വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി, ആ ഫോണൊന്ന് എടുക്ക്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഉറക്കച്ചടവോടെയാണെങ്കിലും ചേച്ചി ബാഗിൽ നിന്നും ഫോൺ ധൃതിയിൽ തപ്പിയെടുത്തു. മറുതലക്കൽ ചേച്ചിയുടെ ആരോ കാര്യമായി സംസാരിക്കുകയാണെന്ന് ചേച്ചിയുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ മുഖത്ത് പരിഭ്രമവും നിസ്സഹായതയും പ്രകടമാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കൂടെ നമ്മുടെ നാട്ടുകാരനായ ഒരു പയ്യനുണ്ടെന്ന് മാത്രം ചേച്ചി പറഞ്ഞതും മറുതലക്കിലുള്ള ആളിൻ്റെ ആവശ്യപ്രകാരം എന്നോണം ചേച്ചി എനിക്ക് നേരെ ഫോൺ നീട്ടി. ഞാൻ ഫോൺ ചെവിയിൽ വെച്ച് ഹലോ എന്ന് പറഞ്ഞതും മറുതലക്കിൽ നിന്നും ഒരു മനോഹരമായ ശബ്ദം എൻ്റെ കാതുകളിൽ പതിഞ്ഞു. ഹലോ ചേട്ടാ, ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എവിടെ ഇറങ്ങണമെന്നും എങ്ങനെ പോകണമെന്നും എന്നൊന്നും വലിയ ധാരണയില്ല. എനിക്ക് കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കാരണം പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഞാൻ അമ്മയെ പിക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അവളുടെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെ ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പിന്നെ ചേട്ടാ, ഈ സമയത്ത് ഞാൻ എൻ്റെ പറ്റാവുന്ന മറ്റു ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കി. പക്ഷെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ സമയമായത് കാരണം എല്ലാവരും ഉറക്കത്തിലായിരിക്കും. ചേട്ടന് ബുദ്ധിമുട്ടായില്ലെങ്കിൽ അമ്മ ഇവിടം വരെ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? ഈ സമയത്ത് പെട്ടെന്നാരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത്. ചേട്ടൻ അമ്മയെ ഇവിടെ കൊണ്ടുവിട്ട് തന്നാൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായിരിക്കും. മറുതലക്കിൽ നിന്നും ആ കുയിൽ നാദത്തിൻ്റെ ഉടമ എന്നോട് സഹായത്തിനായി അപേക്ഷിച്ചു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു ലഡ്ഡു പലതവണ പൊട്ടിത്തെറിച്ചു. ഞാൻ അമ്മയെ വീട്ടിലെത്തിക്കാമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. ഏറെ സന്തോഷം കൊണ്ടാവണം അവൾ എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാനാണ് അവളോട് നന്ദി പറയേണ്ടത്. ചേച്ചിയുമായി ഒന്നുകൂടെ നന്നായി കൂടാൻ എങ്ങനൊരു അവസരമുണ്ടാക്കുമെന്ന് ഞാൻ ആലോചിച്ച് തല പുണ്ണാക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരവസരം എനിക്കൊട്ടും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയത്. മനസ്സിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. വരുന്ന വഴിക്ക് ചുരത്തിൽ റോഡ് തടസ്സപ്പെട്ടത് കാരണം ബസ് ഒരു മണിക്കൂറിന് മുകളിൽ ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ എത്തിയ ഉടനെ തന്നെ ഞാൻ അമ്മയെ വീട്ടിൽ കൊണ്ട് വിട്ടുതരാം. ആ ഓക്കെ ചേട്ടാ. അമ്മയുടെ വാട്സപ്പിൽ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ച് വിട്ടിട്ടുണ്ട്. BTM സെക്കൻഡ് സ്റ്റേജിലാണ് എൻ്റെ ഫ്ലാറ്റ്. ചേട്ടൻ സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോയോ യൂബറോ എടുത്ത് വന്നാൽ മതി. ഒരു 15 മിനിറ്റ് റൈഡ് കാണും. അമ്മയുടെ കയ്യിൽ പൈസ കാണും. ചേട്ടൻ കൂടെ വന്നാൽ മാത്രം മതി. വേറെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങളെ കൊണ്ടുണ്ടാകില്ല. എന്തു പറഞ്ഞാലാണ് മതിയാന്ന് എനിക്കറിയില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഈ എമർജൻസി സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിന്, അവൾ പറഞ്ഞു. ആ അതിനെന്താ, ഞാൻ താമസിക്കുന്നതും അവിടെ തന്നെയാണ്. പിന്നെ നാട്ടിൽ നിന്നും വരുമ്പോൾ എൻ്റെ കുറച്ചധികം ലഗേജ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ വിരോധമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ലഗേജ് ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയോ? ടാക്സി ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഓ അതിനൊന്നും കുഴപ്പമില്ല ചേട്ടാ. അമ്മയെ ഇവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം. ചേട്ടൻ ലഗേജൊക്കെ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാം, അവൾ പറഞ്ഞു. ഏയ് അതൊന്നും കുഴപ്പമില്ല, കാല് വയ്യാതിരിക്കല്ലേ. ഞങ്ങൾ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നോളാം. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് ഇയാളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ശരി, നേരിട്ട് കാണാം. ഇനി ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ, ഞങ്ങളങ്ങ് എത്തിക്കോളാം. ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കുകയാണേ. ഇതും പറഞ്ഞ് ഞാൻ അവർക്ക് ഫോൺ കൊടുത്തു. ഇതുവരെ ഒരു പെൺകുട്ടിയിലും കേൾക്കാത്ത അവളുടെ മനോഹരമായ ശബ്ദം എന്നിൽ അവളെ ഒന്ന് കാണാൻ മനസ്സ് തിടുക്കം കൂട്ടി. സുന്ദരിയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്.
എന്നെ വട്ടുപിടിപ്പിക്കുന്ന സൗന്ദര്യം 40 വയസ്സിൽ കൂടുതലുള്ള അവളുടെ അമ്മയ്ക്കുണ്ടെങ്കിൽ യുവതിയായ മകളുടെ കാര്യത്തിൽ ഒട്ടും സംശയിക്കാനില്ല. ഈ സഹായം ഒരവസരമായി മുതലെടുത്ത് അവളുമായി അടുക്കാമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അമ്മയെ അധികം വൈകാതെ തന്നെ ഞാൻ സ്വർഗം കാണിക്കാൻ പോവാണ്. മകളും കൂടിയായാൽ അതിൽ പരമാനന്ദം വേറെ എന്ത് വേണം? ഞാൻ ചേച്ചിയെ നോക്കി. അവൾ ചേച്ചിയോട് പറയുന്നതിനൊക്കെ ചേച്ചി തലയാട്ടി മൂളിക്കൊണ്ട് ഉത്തരം കൊടുത്തു. ഫോൺ കട്ട് ചെയ്തതും ചേച്ചി എന്നോട് ചോദിച്ചു, ഇയാൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടായി അല്ലേ? മോളനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏൽപ്പിച്ച കൂട്ടുകാരിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇയാളുടെ സഹായം ചോദിച്ചേ. മനസ്സിൽ ഒന്നും തോന്നല്ലേട്ടോ, ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ ഒരു കണക്കിന് അത് നന്നായി. എനിക്ക് ചേച്ചിയുടെ ഒപ്പം അത്രയും നേരം ഇരിക്കാമല്ലോ. ഞാൻ ചേച്ചിയുടെ കണ്ണിലേക്ക് വല്ലാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചിയും എന്നിൽ നിന്നും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ ചേച്ചിയോട് ചേർന്ന് തന്നെ സീറ്റിലിരുന്നു. അങ്ങനെ ഒരു രാത്രി പിന്നിട്ട് പുലരാൻ തുടങ്ങവേ ബസ് പതിവിലും നേരത്തെ തന്നെ ബാംഗ്ലൂർ എന്ന നഗരം തൊട്ടു. ബസ്സിലുണ്ടായിരുന്ന 3/4 പേരും അവിടെ ഇറങ്ങി ഓരോരോ വഴികൾ തിരഞ്ഞു പിരിഞ്ഞു നടന്നു. വീണ്ടും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങളുടെ ബസ് ഞങ്ങളുടെ സ്റ്റാൻഡിലെത്തി. ബസ്സിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ലഗേജുകൾ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏറ്റുവാങ്ങി. ഞാൻ ബസ്സിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തു നിന്നും ഡ്രൈവർ ചേട്ടനോട് എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഒരു കള്ളച്ചിരിയോടെ അറിയിച്ചു. ഞാൻ ചേട്ടന് എൻ്റെ നന്ദി സൂചകമായി ഗൂഗിൾ പേ വഴി ഒരു കുപ്പിക്കുള്ള പണം അയച്ചുകൊണ്ട് ഡ്രൈവർ ചേട്ടനെ സന്തോഷപ്പെടുത്തി. ചേച്ചിയെ ഒരു കള്ളച്ചിരിയോടെ ഡ്രൈവർ ചേട്ടൻ നോക്കുന്നത് ഞാൻ കണ്ടെങ്കിലും ഞാനതത്ര കാര്യമാക്കിയില്ല. അല്ലെങ്കിലും ഇതുപോലെയുള്ളവരെ ആരാണ് നോക്കാത്തത്? പാവം ചേട്ടന് അങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് യാത്ര പറഞ്ഞ് ബസ് മുന്നോട്ടെടുത്തു. എൻ്റെയും ചേച്ചിയുടെയും ലഗേജുകൾ ചേർത്ത് 4-5 പെട്ടികളുള്ളത് കാരണം 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ എൻ്റെ ഫ്ലാറ്റിലേക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരു യൂബർ എടുത്ത് ഞങ്ങൾ 2 പേരുടെ ലഗേജുകൾ വണ്ടിയിൽ വെച്ച് എൻ്റെ ഫ്ലാറ്റിലേക്ക് വണ്ടി വിട്ടു. ഞായറാഴ്ച ആയത് കാരണം രാവിലെ നടക്കാനിറങ്ങിയ ആളുകൾ ഒഴിച്ചാൽ ഫ്ലാറ്റിലേക്കുള്ള റോഡ് പൂർണ്ണമായും ശൂന്യമായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരുന്ന് ചേച്ചി ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ബാംഗ്ലൂർ എന്ന നഗരത്തെ നോക്കിക്കാണുകയായിരുന്നു. 2 മിനിറ്റ് പോലും പൂർണ്ണമായും എടുക്കാതെ ടാക്സി ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് മുന്നിൽ ഒരോരം ചേർത്ത് നിർത്തപ്പെട്ടു. ചേച്ചിയെ കൊണ്ട് പെട്ടിയിടിപ്പിക്കാതെ ഞാൻ തന്നെ ഞങ്ങളുടെ 2 പേരും ലഗേജുകൾ കാറിൽ നിന്നും ഇറക്കി. ആകെ 3 നിലയുള്ള ചെറിയൊരു ബിൽഡിങ്ങിലെ 1-ാം നിലയിലാണ് എൻ്റെ ഫ്ലാറ്റ്. താഴത്തെ നിലയിൽ ബിൽഡിങ്ങിൻ്റെ ഓണറായ അക്കയും അവരുടെ 15-21 വയസ്സുള്ള 2 പെൺമക്കളുമാണ് താമസിക്കുന്നത്. 1-ാം നിലയ്ക്ക് മുകളിൽ ചെറിയൊരു സ്റ്റോറേജ് മുറിയും വിശാലമായ ടെറസുമാണുള്ളത്. ഞാൻ ആ സ്ഥലം അലക്കിയതൊക്കെ വിരിച്ചിടാനും തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ പെൺകുട്ടികളെ നോക്കാനും രാത്രിയിൽ അത്യാവശ്യം ഒരു പുക വിടാനും പിന്നെ വല്ലപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ ഓണറക്കയുമായി ഞാൻ അവിടെ പോകാറുണ്ട്. മൊത്തം 6 ഫ്ലാറ്റ് ഉള്ളതിൽ 1 ആർക്കും കൊടുക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴും അക്കയുടെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ അവിടെ താമസിക്കാൻ ഉപയോഗിക്കും. സ്ഥിര താമസക്കാരനായി ഞാൻ മാത്രമേ ആ ഫ്ലാറ്റിലുള്ളൂ. ബാക്കി 4 ഫ്ലാറ്റുകളിൽ ഏതോ ഒരു കമ്പനിയുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വാടക മാത്രം മുടങ്ങാതെ കിട്ടുമെന്ന് മാത്രം. വേറെ ആളുകളുടെ താമസമോ ശല്യമോ അതുകൊണ്ടാക്കിയില്ല താനും. ആകെ കൂടി നല്ലൊരു പ്രൈവസിയും ശാന്തതയും ഞങ്ങളുടെ ബിൽഡിങ്ങിനുണ്ട്. ഞാൻ ലഗേജുകളൊക്കെ എടുത്തുകൂട്ടി ബിൽഡിങ്ങിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. പരിചിതനായ ആളുടെ കടന്നുകയറ്റം ആയതുകൊണ്ടാകാം ജർമ്മൻ ഷെപ്പേർഡ് എന്നെ ഒന്ന് അലസമായി തല ഉയർത്തി നോക്കി. യാതൊരു ഭാവമാറ്റമില്ലാതെ തറയിൽ തല താഴ്ത്തി വെച്ച് കിടന്നു. ഒപ്പം തന്നെ വീടിൻ്റെ അടിച്ചു തെളിച്ച വൃത്തിയാക്കിയ വാതിക്കൽ കോലം വരച്ചുകൊണ്ടിരുന്ന അക്ക മുഖമുയർത്തി എന്നെ നോക്കിക്കൊണ്ട് പ്രണയത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വിരാമത്തിൽ സന്തോഷം ചാലിച്ച് മുഖപ്രസന്നയോടെ എനിക്കൊരു സുപ്രഭാതം നേർന്നു. ഒപ്പം എൻ്റെ കൂടെ എനിക്ക് പിന്നിലായി നിൽക്കുന്ന ചേച്ചി ഒരഭിചാരിതമായ ഭാവത്തോടെ നോക്കി. ചേച്ചി കാണാതെ ഞാൻ അക്കിയെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു.
അക്കയ്ക്കത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. തരം ഒത്തു കിട്ടിയാൽ നാട്ടിൽ നിന്നും വരുമ്പോൾ ബസ് ഡ്രൈവർ ചേട്ടൻ്റെ സഹായത്തോടെ ഞാൻ പലരെയും ഇതിനു മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ഒരു സുപ്രഭാതം പൊട്ടിക്കാറുണ്ട്. അക്കയ്ക്കതൊന്നും ഒരു പ്രശ്നമല്ല. വാടക കൃത്യമായി കിട്ടുന്നതോടൊപ്പം ആഴ്ചയിൽ ചുരുങ്ങിയത് 3 കുറയാതെ അക്കയുമായി ഞാൻ കൂടാറുണ്ട്. അത് ഒരു കർശനമായ വ്യവസ്ഥ മാത്രം. എൻ്റെയും ചേച്ചിയുടെയും ലഗേജുകൾ 2-3 തവണയായി പടികേറി മുകളിലേക്കെടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുന്നിൽ വന്നു. ഡോർ തുറന്ന് എല്ലാം അകത്തേക്ക് വെച്ചതിന് ശേഷം ചേച്ചിയോട് ഞാൻ ഫ്രഷ് ആകണമെങ്കിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞ് എൻ്റെ വാഷ്റൂം ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ പെട്ടിയെല്ലാം ഹോളിലെ ഒരു മൂലയിലേക്ക് ചേർത്ത് ഒതുക്കി വെച്ചു. ചേച്ചി കയ്യിലെ കറുത്ത ലെതറിൻ്റെ ഹാൻഡ് ബാഗ് ഹോളിലെ സോഫയിൽ വെച്ച് വാഷ്റൂമിൽ കയറി. കുറച്ചു നേരം ഞാൻ ആ സോഫയിലിരുന്നു. കൈയും മുഖമൊക്കെ കഴുകി ചേച്ചി ഇറങ്ങാറായെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിൽ പോയി ഒരു കട്ടൻ ചായ ഇടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ചേച്ചി തൻ്റെ ബാഗിൽ നിന്നും ഒരു തോർത്തെടുത്ത് മുഖവും കൈയും തുടച്ചുകൊണ്ട് അടുക്കളയിൽ എൻ്റെ അടുത്തേക്ക് വന്നു. പാത്രത്തിൽ കട്ടൻ ചായക്കുള്ള വെള്ളം ഗ്യാസ് സ്റ്റവിൽ വെച്ചുകൊണ്ട് തേയിലപ്പൊടിയും പഞ്ചസാരയും തേരുന്നതിനിടയിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, നാട്ടിൽ പോയതുകൊണ്ട് പാലൊന്നും സ്റ്റോക്ക് വെച്ചില്ല ചേച്ചി. കട്ടൻ ചായ ഓക്കെ അല്ലേ? മധുരം എങ്ങനെയാണ്? നമുക്ക് നല്ലൊരു കട്ടൻ അടിച്ചാലോ? ഞാൻ ചോദിച്ചു. ആ, ഞാൻ രാവിലെ സാധാരണ കട്ടൻ തന്നെയാണ് കുടിക്കാറ്. മധുരം സാധാരണ പോലെ മതി. എൻ്റെ ഇടതുവശത്തെ കിച്ചണിലെ പാർട്ടീഷൻ ചെയ്ത ചുമറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയെ നോക്കി. ആരായാലും ഈ സമയം കൈവിട്ടു പോകുന്ന ഒരു നിൽപ്പായിരുന്നു ചേച്ചി ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ചായ തിളച്ചു വരുന്നു. ഞാൻ വേഗം 2 ഗ്ലാസ് എടുത്ത് ആ ചായ 2 ഗ്ലാസ്സിലേക്ക് പകർത്തി. എന്നിട്ട് ഞാനും ചേച്ചിയും സോഫയിൽ പോയിരുന്ന് ചായ ഊതി കുടിച്ചു. ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചി നന്നായി ക്ഷീണിച്ചിരുന്നു. കാരണം ഇന്നലെ രാത്രിയിലെ ബസ്സിലെ പരിപാടി തന്നെ. ഞാനപ്പോൾ ഓർത്തു, 4-5 വർഷമായി ഒന്നും കിട്ടാതെ നടക്കുന്ന ചേച്ചിക്ക് ക്ഷീണം കാണും. ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചേച്ചിയുടെ സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിക്കായിരുന്നു. ചേച്ചി ഒരു കള്ളച്ചിരിയോട് ചിരിച്ച് തല താഴ്ത്തി ചായ കുടിച്ചു. എന്തു പറ്റി, ചേച്ചിക്ക് നാണായോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ചേച്ചി പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ? ആ, പറഞ്ഞോളൂ. ചേച്ചി നല്ല സുന്ദരിയാട്ടോ. താങ്ക് യു. പിന്നെ ഇന്നലത്തെ ചേച്ചിയുടെ പെർഫോമൻസ്, അത് ഒരു രക്ഷയുണ്ടായില്ല. ഒന്ന് പോടന്ന്. ഒരു കള്ളച്ചിരിയോടെ ചേച്ചി വീണ്ടും ചായ കുടിച്ചുകൊണ്ടിരുന്നു. ചേച്ചിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ടോ? എന്ത്? അത് ഇന്നലെ ബസ്സിൽ വെച്ച് നമ്മൾ കൂടിയതുപോലെ. അതൊന്നും വേണ്ട എന്നും പറഞ്ഞ് ചേച്ചി വീണ്ടും തല താഴ്ത്തിയിരുന്നു. ആ നാണത്തോടെയുള്ള തല താഴ്ത്തൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ചേച്ചിക്ക് എന്നെക്കാളും ആഗ്രഹമുണ്ടെന്ന്. കാര്യം ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായതുകൊണ്ട് തന്നെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ചായ ഗ്ലാസ് ടേബിളിന്മേൽ വെച്ച് ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിക്കഴിഞ്ഞാൽ ഇനി ബാക്കി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.